നമുക്കിപ്പോൾ ഷിരൂരിലേക്ക് എത്താം. കാരണം ഷിരൂർ മണ്ണിടിച്ചിലിൽ കുടുങ്ങി കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുൻ അടക്കം 3 പേർക്കായുള്ള തെരച്ചിൽ അത് കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു, ഇന്നും തുടരുകയാണ്. അർജുനൊപ്പം 2 കർണാടക സ്വദേശികളെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമുണ്ട്, അതോടൊപ്പം തന്നെ നാവികസേനയുമുണ്ട്. ഇവർ രണ്ടുപേരും അവിടെ തങ്ങി നിന്നാണ് ഈ തെരച്ചിൽ തുടരുന്നതും. ഗംഗാവലി പുഴയിൽ ഇന്ന് ട്രക്കിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ കണ്ടെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം. അതാണ് ഈ ആശങ്ക ഉളവാക്കുന്നത്. ട്രക്കായിട്ട് കിട്ടുന്നില്ല, ഹൈഡ്രോളിക് ജാക്കി കിട്ടുന്നു, ട്രക്കിൻ്റെ കഷ്ണങ്ങൾ കിട്ടുന്നു, അത് ആശങ്ക ഉളവാക്കുന്നതാണ്. അതുപോലെ ഗോവയിൽ നിന്ന് ഡ്രെഡ്ജർ തിങ്കളാഴ്ച എത്തിക്കുമെന്ന് പറയുന്നു. ഇനി തിങ്കളാഴ്ച ഡ്രെഡ്ജർ എത്തിച്ചിട്ട് ഇവരെന്താണ് തിരയുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാത്തത്. ഏതായാലും അതിനിടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കാരണം ഇന്ന് 1 മാസം തികയുകയാണ് അർജുനെ കാണാതായിട്ട്. നമ്മളടക്കം എല്ലാവരും ഒരുപക്ഷെ കേരളവും കർണാടകയും തമിഴ്നാടും ഒരുപോലെ ശ്രദ്ധിച്ച ഒരു വലിയ വാർത്ത, ദേശീയ ശ്രദ്ധ നേടിയ വാർത്ത. എന്തായാലും ആർമിയൊക്കെ അവിടെ എത്തിയിരുന്നു. ഗംഗാവലി പുഴയിലെ ഈ ഒഴുക്ക് അത് എത്രത്തോളം പ്രതിസന്ധി സൃഷ്ടിച്ചു എന്ന് നമ്മൾ നേരിട്ട് കണ്ടതുമാണ്. നമുക്ക് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകാനായി ഷിരൂരിൽ നിന്ന് തന്നെ സോണൽ കൃഷ്ണ നമ്മളോടൊപ്പം ചേരുകയാണ്. സോണൽ, വയനാട്ടിൽ നിന്ന് നേരെ ഷിരൂരിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് തിരച്ചിലുണ്ട്, എപ്പോഴാണ് ആരംഭിക്കുക? അനു, ഇന്ന് തിരച്ചിൽ ആരംഭിക്കുക ഏകദേശം 8:30 കൂടിയിട്ടാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഗംഗാവലി ഇന്ന് ശാന്തമാണ്. തിരച്ചിലിന് അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥ എന്ന് വേണമെങ്കിൽ നമുക്ക് ആവർത്തിച്ച് പറയാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, രൗദ്രഭാവത്തിലായിരുന്നു ഗംഗാവലി. പക്ഷെ ഇന്ന് തീർത്തും ശാന്തമാണ് എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആ ലോറി നിലവിലുണ്ട് എന്ന് ഈശ്വർ മാൽപ്പ പറയുന്ന പ്രത്യേക കേന്ദ്രത്തെ ലൊക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൽ കൃത്യമായിട്ട് തന്നെ 2 സൂചനകൾ കൊടുത്ത് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ പ്രദേശത്ത്, അതായത് ഈ കേന്ദ്രത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഹൈഡ്രോളിക് ജാക്കിയും അതുപോലെ തന്നെ ലോറിയുടെ അർജുൻ്റെ ലോറിയുടേതാണെന്ന ലോറിയുടെ ഉടമ മനാഫ് സ്ഥിരീകരിച്ച കയർ ഉൾപ്പെടെ ലഭിച്ചിരുന്ന പ്രത്യേക കേന്ദ്രമാണിത്. കഴിഞ്ഞ ദിവസം, അതായത് നേവിയും അതുപോലെ തന്നെ ഈശ്വർ മൽപ്പയുടെയും 4 ഡ്രൈവർമാർ സഹിതം പരിശോധിച്ച പ്രത്യേക കേന്ദ്രമാണ്. അവിടെ ലോറിയുണ്ട് എന്ന് തന്നെയാണ് ഈശ്വർ മാൽപ്പ കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. പക്ഷേ അവിടേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നില്ല. മരങ്ങൾ വന്നടിഞ്ഞിരിക്കുന്നു, വലിയ പാറക്കല്ലുകൾ വന്നടിഞ്ഞിരിക്കുന്നു. അത് മാറ്റിയാൽ മാത്രമേ ആഴങ്ങളിലേക്ക് കൂടുതൽ പരിശോധന നടത്താൻ വേണ്ടി കഴിയൂ എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡ്രഡ്ജർ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ ചെന്ന് അടുക്കുന്നത്. ഗോവയിൽ നിന്നാണ് ഡ്രഡ്ജർ എത്തിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ചെയ്തിരിക്കുന്നത്. തിങ്കളാഴ്ചയോട് കൂടി ഡ്രഡ്ജർ എത്തിക്കും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നു. പക്ഷേ അതിലൊരു സാങ്കേതികത്വമുള്ളത്, ഈ ഡ്രഡ്ജർ കൊണ്ടുവരുന്ന വഴി അത് കടൽ മാർഗം പിന്നീട് ഗംഗാവലിയിലേക്ക് എത്തിക്കുന്ന സാഹചര്യമാണ് വേണ്ടത്. പക്ഷെ അതിൽ കുറുകെ 2 പാലങ്ങൾ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് മറികടക്കാൻ വേണ്ട സംവിധാനങ്ങളെല്ലാം തന്നെ ഇതിനോടകം പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കാർവാർ MLA ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പരിശോധന അതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് തിങ്കളാഴ്ച മുതലാണ് കടക്കുക. അതുവരെ ഈശ്വർ മൽപ്പയുടെയും നേവിയുടെയും നേതൃത്വത്തിൽ മുങ്ങൽ വിദഗ്ധർ പരിശോധിക്കുകയാണ് ഉണ്ടാവുക. കൃത്യമായി ഈ കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസത്തെ പോലെ മാൽപ്പയുടെ നേതൃത്വത്തിൽ 2 പേരും നേവിയുടെ നേതൃത്വത്തിൽ 2 പേരും, അങ്ങനെ 4 ഡൈവേഴ്സാണ് ഇത്തരത്തിൽ ഈ പ്രത്യേക കേന്ദ്രം കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തുക. നമുക്കറിയാം, ഇത് പോയിന്റ് C ആണ്. അതായത് 4 പോയിന്റുകളാണ് പ്രധാനമായി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ നടുഭാഗം 3ാമത്തെ പോയിന്റാണ് ഈ പ്രത്യേക കേന്ദ്രമായി വരുന്നത്. കരയിൽ നിന്ന് ഏകദേശം ലക്ഷ്മണന്റെ കട ഉണ്ടായിരുന്ന ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു 50 മീറ്റർ അകലെ മാത്രമാണ് ഈ ലൊക്കേഷൻ ഉള്ളത്. അതായത് ലക്ഷ്മണന്റെ കടയ്ക്ക് തൊട്ടരികിലായിരുന്നു ലോറി നിർത്തിയിട്ടിരുന്നത് എന്നാണ് ആ പ്രദേശവാസികളും അതിനു മുമ്പ് ഈ പ്രദേശം കടന്നുപോയ ലോറി ഡ്രൈവർമാരും പറഞ്ഞിരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ലക്ഷ്മണന്റെ കടയുടെ പുറകുവശത്തേക്കാണ് ഈ ലൊക്കേഷൻ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ആ പ്രത്യേക കേന്ദ്രം കേന്ദ്രീകരിച്ച് തന്നെയാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസം അത്തരത്തിൽ ലോറിയുടെ പല ഭാഗങ്ങൾ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അർജുൻ്റെ ലോറിയുടേതെന്ന് സ്ഥിരീകരിക്കപ്പെടുന്ന കയറുകൾ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു പ്രത്യേക കേന്ദ്രം ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് പരിശോധന പുരോഗമിക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ചയോട് കൂടി ട്രഡ്ജർ എത്തും. ആ ട്രഡ്ജർ എത്തിക്കഴിഞ്ഞാൽ ഈ മരങ്ങളും അടിത്തട്ടിലുള്ള മരങ്ങളും പാറക്കഷ്ണങ്ങളും മാറ്റിയുള്ള പരിശോധനയിലേക്ക് കടക്കും എന്നാണ് ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞിരിക്കുന്നത്. അനു.